ആ വിമർശനങ്ങൾക്കെല്ലാം വിവിധ വേദികളിൽ മറുപടി നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഒരാൾ മതവിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലാവരുത് എന്ന് നമുക്കെല്ലാം അഭിപ്രായമുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ഇയാൾ ഇസ്ലാമല്ല, ഇയാൾ വിശ്വാസിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് തന്നെ അനിസ്ലാമികമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിക ധാർമ്മിക ചിന്തകളിൽ പ്രവൃത്തികളിൽ ഒക്കെ അപ്പുറത്തുള്ള ചിലരെങ്കിലും കാണിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരം ട്രാക്ക് റെക്കോർഡ് ഉള്ളവർ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ സമൂഹം വേണ്ടത്ര സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കുണ്ടായ അനുഭവം. സുന്നി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സ്വീകാര്യമായ വരവേൽപ്പാണ് ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ചത്. ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് പ്രഖ്യാപിക്കാനുള്ളൊരു കാര്യം, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവിൽ സുന്നി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകിച്ചും അതിന് അവകാശപ്പെട്ട വഖഫ് ബോർഡ്. പക്ഷേ വഖഫ് ബോർഡിൽ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിച്ചിട്ട് ധാരാളം സ്ഥാപനങ്ങൾ ഇപ്പോഴും നിരാകരിക്കപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് നൽകിയ നിവേദനത്തിൽ 400ഓളം സ്ഥാപനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഞാനും ബഹുമാനായ അലി അബ്ദുള്ള സാഹിബും എല്ലാമുള്ള ഈ വഖഫ് ബോർഡ് നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയാണ്, നിരാകരിക്കപ്പെട്ട ആ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ എന്റെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് നിർബന്ധപൂർവ്വം നൽകും എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. രാഷ്ട്രീയമായ വിവേചനങ്ങളുടെ താത്കാലികമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ആർക്കും രജിസ്ട്രേഷൻ നിഷേധിക്കാൻ പാടില്ല. രജിസ്ട്രേഷൻ നൽകുന്നതിനൊക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന മാർഗങ്ങൾ വളരെ വളരെ രസാവമായിരുന്നു. ഏതോ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കും, അതാരും കണ്ടുകൊള്ളുന്നില്ല. അതിനുശേഷം ഈ രജിസ്ട്രേഷൻ അപേക്ഷിച്ച സ്ഥാപനങ്ങൾ അപേക്ഷ തള്ളുകയാണ്. അങ്ങനെയെല്ലാമുള്ള വിവേചനങ്ങൾ സുന്നി പ്രസ്ഥാനത്തോട് കാണിച്ചിരുന്നു എന്നത് സത്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, അതിന് കണക്ക് തീർത്തുകൊണ്ടല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന വിശ്വാസം അവരെല്ലാമുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വഖഫ് ബോർഡ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു സ്ഥാപനം കൂടിയാണ്. മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് ജീവകാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ട സ്ഥാപനം കൂടിയാണ്. പക്ഷെ ആ ദൗത്യം വേണ്ടത്ര ഫലപ്രദമായിട്ട് നിർവഹിക്കാനാകുന്നില്ല എന്ന ദുരവസ്ഥയുണ്ട്. പല കാരണങ്ങളും അതിനകത്തുണ്ട്. ഫണ്ടില്ലാത്തതാണ് ഒരു കാരണം. സർക്കാർ നൽകുന്ന 50 ലക്ഷം രൂപ കൊണ്ട് ഇതൊന്നും വേണ്ടത്ര നിർവഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ വഖഫ് ബോർഡ് നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ ഏകദേശം 30 ലക്ഷം രൂപ അതിന് കഴിച്ചാൽ ബാക്കിയുള്ള 20 ലക്ഷം രൂപയാണ് ഈ വിവാഹധന സഹായം, ചികിത്സാ ധനസഹായത്തിനൊക്കെ നൽകുന്നത്. അത് അപര്യാപ്തമാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനോട് നൽകുന്ന ഗ്രാന്റ് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം കേന്ദ്ര തലത്തിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഫണ്ടുകൾ വാങ്ങാൻ കഴിയണം. അതുപോലെ നിരവധി സോഴ്സുകൾ ഉണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി വഖഫ് ബോർഡിനൊരു നല്ല മുഖം, സാമൂഹ്യക്ഷേമത്തിന്റേതായിട്ടുള്ള, സമുദായക്ഷേമത്തിന്റേതായിട്ടുള്ള ഒരു നല്ല മുഖം നൽകാൻ ഞങ്ങൾ
പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കും എന്നുകൂടി പറയുകയാണ്. അതോടൊപ്പം സർക്കാർ കമ്മീഷൻ ശുപാർശകളുടെ വെളിച്ചത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ജനാബ് പാലോളി ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് ഒരു ക്ഷേമനിധി ഏർപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡ് വഴിയാണ് നടപ്പിലാക്കും എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാലതാമസം കൂടാതെ, കാലവിളംബം കൂടാതെ ആ ക്ഷേമനിധി കേരളത്തിലെ മദ്രസ അധ്യാപകർക്ക് ലഭ്യമാക്കാൻ എന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് സന്തോഷകരമായ ആഹ്ലാദകരമായ ഈ സുദിനത്തിന്, ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ആദരണീയരായ സംഘാടകരോട് എനിക്കുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.